ഡിഒമാരില്ലാതെ സംസ്ഥാനത്തെ 23 വിദ്യാഭ്യാസ ജില്ലകൾ. ആകെയുള്ള 41 വിദ്യാഭ്യാസ ജില്ലകളിൽ പകുതിയിലേറെ ഇടങ്ങളിലും ഡിഒമാരില്ലാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാണ്. യഥാസമയം സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും നടക്കാത്തതാണ് ഡിഒമാരില്ലാത്തതിന് പിന്നിലെ കാരണം. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. ഡിഒമാരില്ലാതിരിക്കുന്നത് പകുതിയിലേറെയും വിദ്യാഭ്യാസ ജില്ലകളിലാണ്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? നാഥനില്ലാ കളരിയായി മാറുന്നൊരു സാഹചര്യമൊക്കെ വരുന്നു എന്നത് സങ്കടകരമാണ്. ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ടും എന്താണ് സംഭവിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ? വീണ, ഈ സ്കൂൾ തുറപ്പ് വന്നിരിക്കുന്നു. ആ സമയത്ത് മുന്നേ അല്ലെങ്കിൽ ഇതിന് മുൻപ് തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഡിഒമാരുടെ അഭാവം എന്ന് പറയുന്നത്. 41 വിദ്യാഭ്യാസ ജില്ലകളിൽ 23 ഡിഒമാരില്ല എന്ന് പറയുമ്പോൾ ആ വിദ്യാഭ്യാസ ജില്ലകളിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ വലിയ താളപ്പിഴകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം താളപ്പിഴകൾ ഇപ്പോൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 6ാം പ്രവൃത്തി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കേണ്ട ചുമതല ഡിഒമാർക്കാണ്. അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ സ്ഥാനങ്ങളിൽ ആളില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് സ്കൂൾ തുറപ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഡിഒമാരുടെ കുറവ് അതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ കൃത്യസമയത്ത് ഈ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കാത്തതിനാലും ഈ മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ ഒരു മേൽനോട്ടം ഉണ്ടാകാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് 11ഓളം പേര് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി പ്രൊമോഷൻ ലഭിച്ചു പോയതോടെ ആ തസ്തികകളിൽ ആളില്ലാത്തൊരവസ്ഥ വന്നിരുന്നു. പിന്നാലെയാണ് 12 പേർ വിരമിക്കുന്നു. അങ്ങനെ 23ഓളം ഡിഒമാരുടെ പോസ്റ്റുകളിൽ ആളില്ലാത്തൊരു സാഹചര്യം വന്നത് ഇത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ വിരമിക്കുന്നവർ ജില്ലകളിൽ പ്രധാന ചുമതലകളിൽ ഇരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ 11ഓളം പേർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സാഹചര്യവും വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷേ അപ്പോഴും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോൾ സ്കൂളിലെ 6ാം പ്രവൃത്തി ദിവസമാണെങ്കിലും ശരി, ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണെങ്കിലും ശരി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നു. ആ പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് കൃത്യമായി വരാം. ഇപ്പോൾ ഈ 6ാം പ്രവൃത്തി ദിവസത്തിൻ്റെ അതിൻ്റെ ഏകോപനം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഥമാധ്യാപകർ വിരമിച്ച എയ്ഡഡ് സ്കൂളുകളിലെ ശമ്പള ബില്ലുകൾ മാറ്റം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും പ്രഥമാധ്യാപകരുടെയും ഒക്കെ ഇൻക്രിമെൻ്റ് പാസ്സാക്കേണ്ടതിൻ്റെ കാരണം, അധ്യാപകരുടെ ഗ്രേഡ് പാസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, 2020 ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, വിരമിച്ചവർക്ക് പണം കുടിശ്ശികയായി നൽകുന്നതിനുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അടിസ്ഥാനപരമായി ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ വിവിധ പ്രശ്നങ്ങൾ, വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട തസ്തികയിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടിത് വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി കണ്ടില്ല, അതിനുള്ള പ്രവർത്തികൾ ഏകോപിപ്പിച്ചില്ല, ആവശ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് യഥാസമയം സ്ഥാനക്കയറ്റമടക്കമുള്ള കാര്യങ്ങൾ നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഏതൊരു ഉദ്യോഗസ്ഥനെയും ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പലതരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങളും അടക്കം വിവിധ വകുപ്പുകളിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അതാണ് ഇതിനെയും ബാധിച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. പക്ഷേ ഔദ്യോഗികമായി ഇതിനൊരു മറുപടി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്കൂൾ തുറപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ ആളുകളില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഏകോപനത്തിനെയും താളപ്പിഴവുകൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, ശരി പ്രജിത്ത്.